ഇനി എറണാകുളം കുന്നത്തുനാടേക്ക് പോകുമ്പോൾ അവിടെ മണ്ഡലത്തിൽ MLA ആയിരിക്കും PV ശ്രീനിജിൻ നടപ്പാക്കിയ സ്ലേറ്റ് പദ്ധതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയാണ് വിജിലൻസ്. പദ്ധതിയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് വിജിലൻസിന്റെ നടപടികൾ ആരംഭിച്ചത്. മണ്ഡലത്തിലെ 11,000 കുട്ടികൾക്കായി 1,90,00,000 രൂപയുടെ ധാരണാപത്രം ഒപ്പുവച്ചിട്ടും പദ്ധതി നടപ്പാക്കാത്തത് അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പരാതി. MLA ആയിരിക്കെ കുന്നത്തുനാട് മണ്ഡലത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉന്നതിക്കായി 2003 PV ശ്രീനിജിൻ സ്ലേറ്റ് പദ്ധതിക്ക് ധാരണാപത്രം ഒപ്പിട്ടത്. വിദ്യാർത്ഥികളിൽ ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക, ഇംഗ്ലീഷിൽ പ്രാവീണ്യം വർദ്ധിപ്പിക്കുക, കളികളിലൂടെ ഗണിതപാഠം എളുപ്പമാക്കുക എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു സസ്റ്റൈനബിലിറ്റി ലീഡർഷിപ്പ് ആൻഡ് ഏജൻസി ത്രൂ എഡ്യൂക്കേഷൻ എന്ന സ്ലേറ്റ് പദ്ധതി. മണ്ഡലത്തിലെ 21 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി 11,000 കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിക്കായി കൊച്ചിൻ റിഫൈനറിയുമായി സഹകരിച്ച് 1,90,00,000 രൂപയുടെ ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു. ആദ്യഘട്ടത്തിൽ 90 ലക്ഷം രൂപയും രണ്ടാം ഘട്ടമായി 1 കോടിയും ലഭ്യമാക്കിയെങ്കിലും പദ്ധതി എങ്ങുമെത്തിയില്ലെന്നാണ് പരാതി. PV ശ്രീനിജിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവിൽ നടത്തപ്പെട്ട സ്ലേറ്റ് പദ്ധതി 21 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 21,000 കുട്ടികൾക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ സ്ലേറ്റ് പദ്ധതിയിൽ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്നൊരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നത്. 21 സ്കൂളുകളിലും ഈ പദ്ധതി നടപ്പിലായിട്ടില്ല. ഇവർ അവകാശപ്പെടുന്ന തരത്തിൽ ഇത്രയും വിദ്യാർത്ഥികൾക്കും ഇതിന്റെ ഗുണം ലഭ്യമായിട്ടില്ല. സ്ലേറ്റ് പദ്ധതിയിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് ജനുവരിയിൽ വിജിലൻസിന് പരാതി നൽകിയെങ്കിലും ഇടതു സർക്കാരിന്റെ കാലത്ത് ഇത് പരിഗണിച്ചില്ലെന്നും ജയ്സൽ കുറ്റപ്പെടുത്തി. വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ളതും മറ്റുമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് തന്നെ ആ പരാതി മരവിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ പരാതിക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ ഭാഗമായിരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. മീഡിയ 1 കൊച്ചി. ആര്യ വിനോദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആര്യ, അപ്പോൾ നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് വരുന്ന പരാതികൾ അതിന്മേൽ കൃത്യമായി അന്വേഷണം നടക്കാതിരുന്നത് കൊണ്ടാണ് വീണ്ടും ഈ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് സർക്കാരിനെ സമീപിക്കുന്നതും വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലേറ്റ് പദ്ധതിയിൽ ഏത് തരത്തിലുള്ള ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന ആരോപണം. പദ്ധതി നടക്കുന്നത് 2023 എന്നാൽ അതിൽ യാതൊരു വിധത്തിലുള്ള തുടർ നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ്. കുന്നത്തുനാടിന്റെ സമഗ്ര വികസന പദ്ധതി എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. എന്നാൽ അതൊന്നും തന്നെ നടപ്പിലായില്ല. കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാം, അതുപോലെ തന്നെ കളിയിലൂടെ കണക്ക് പഠിപ്പിക്കാനും, അങ്ങനെ വിദ്യാർത്ഥികളിലെ പഠനം എളുപ്പമാക്കുക, സുസ്ഥിര വിദ്യാഭ്യാസത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക, ഇതൊക്കെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക, ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയതാണ് ഈ സ്ലേറ്റ് പദ്ധതി എന്നുള്ളത്. സ്ലേറ്റ് പദ്ധതി തുടങ്ങുന്നത് തന്നെ ശ്രീനിജിന് കീഴിലുള്ള വിദ്യാജ്യോതി പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജുമായി ചേർന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ കൊച്ചിൻ റിഫൈനറി സഹകരണം ലഭിച്ചിട്ടാണ് ഇത് 2023 ഇതിന് കരാറിൽ ഒപ്പുവെക്കുന്നത്. ആദ്യഘട്ടത്തിൽ 90 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 1 കോടി രൂപയും ഇതിന് ലഭ്യമാവുകയും ചെയ്തു. എന്നാൽ ചെറിയ മണിക്കൂറുകൾ മാത്രം, സെഷനുകൾ മാത്രമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നടന്നത് എന്നുള്ളതാണ്. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ ജയ്സൽ ജബ്ബാർ ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് യാതൊരു നടപടിയും എടുക്കുകയുണ്ടായിരുന്നില്ല. ആ പരാതി പോലും പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അതിനെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് പരാതി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. വിജിലൻസ് ഈ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പരാതിക്കാരനിൽ നിന്നും ജയ്സലിൽ നിന്നും ഇപ്പോൾ മൊഴിയെടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്കൂളുകളെ കേന്ദ്രീകരിച്ച അന്വേഷണവും നടക്കുന്നുണ്ട്. 21 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. ഇത് 11,000-ലധികം കുട്ടികളെ വലിയ രീതിയിൽ അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും, നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതായിരുന്നു മുൻ MLA ആയ കുന്നത്തുനാടിന്റെ MLA VP ശ്രീനിജിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇതൊന്നും തന്നെ ഇന്നും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ്.